ആദ്യം സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് റിഹേഴ്സൽ ചെയ്യാം. ഓക്കെ, നല്ല വിനീതയല്ലേ? വിനീതയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വിനീതയുടെ പ്രണയം ഇവിടെ ബ്രേക്കപ്പ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ആ സിറ്റുവേഷനിൽ വിനീതയുടെ ഫ്രണ്ടായ കൃഷ്ണ എടുത്ത് ആ വിഷമം പറയുന്ന സീനാണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. സിറ്റുവേഷൻ മനസ്സിലായില്ലോ, ഒന്നുകൂടെ വ്യക്തമാകൂ സാർ. അതായത് ഈ കുട്ടിയുടെ വിനീതയുടെ പ്രണയം ബ്രേക്കപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ ആ വിഷമത്തിൽ ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിക്കുന്നതാണ്. ആരുടെ പ്രണയം ബ്രേക്കപ്പ് ആയി? എങ്ങനെ പ്രണയം ബ്രേക്കപ്പ് ആയി? ബ്രേക്കപ്പ്. അത് ശരി, ഈ പ്രേമ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി പോയിന്ന്. ഇന്നലെ ഷൂട്ടിങ്ങിന് വന്നപ്പോ അവിടെയും ഇതേപോലെ കൊച്ചെ നിന്റെ പ്രണയം ബ്രേക്കപ്പ് ആണ്, അന്ന് അവിടെ ഒരു സീൻ എടുത്തു. എന്നാ ഈ ഇതെന്ന് പറഞ്ഞാൽ ഈ പ്രേമം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ കൈയുടെ തീയിട്ട് ഉറപ്പാണ്. അത്ര ഹൃദയസ്പർശിയായ പ്രണയമാണ്. അല്ല, അതെ, അന്ന് രമയുടെ പ്രണയമാണ്. ആയിക്കോട്ടെ, ഇന്ന് വിനീതയുടെ പ്രണയം ബ്രേക്കപ്പായി, അന്ന് മെനിഞ്ഞന്ന് രമയുടെ പ്രണയം ബ്രേക്കപ്പായി. ഞാൻ 4-5 ദിവസം ഇവിടെ വന്നപ്പോ അന്നെല്ലാം ഈ കൊച്ചു വിളിച്ച് ആരെങ്കിലും വിളിച്ചെടുത്ത് പറഞ്ഞു നിന്റെ പ്രണയം ബ്രേക്കപ്പായി, അതിന്റെ വിഷവും. ഇത് ഓരോ സീനിലും അതായത് വിനീതയുടെ കുഞ്ഞുമ്മയുടെ മോളാണ് രമ. അപ്പൊ 4 പെണ്ണുങ്ങൾക്ക് 6 പ്രണയം തകരുന്നുണ്ട്. 6-4-24 സിറ്റുവേഷൻസിലൂടെ നമുക്ക് പ്രേമം കാണിക്കാമല്ലോ. 24 പ്രണയം ബ്രേക്കപ്പാണ്. ഭയങ്കരമാണത്. സ്ത്രീ പ്രേക്ഷകർ കരഞ്ഞ് ഭയങ്കര വിഷയം. സ്ത്രീകളല്ല, പുരുഷന്മാരും കരഞ്ഞു. ഞാനാണെങ്കിലും കണ്ടാ കരഞ്ഞു. 24 പ്രേമമൊക്കെ ബ്രേക്കപ്പ് ആവുന്ന കൊച്ച ഇത് തന്നെയാണ് ഈ പടത്തിന്റെ കുറ്റ. 24 പ്രേമം ബ്രേക്കപ്പ് ആവുമ്പോ ഇത് എന്റെ ഡയറക്ടർ എന്നുള്ളത് എന്റെ ജീവിതത്തിൽ എന്റെ സിനിമാ ജീവിതത്തിൽ വെല്ലുവിളിയാണ് ഈ പടം. ബ്രേക്കപ്പ് ഇത് നിന്റെ മാത്രമല്ല, ഇത് പ്രേക്ഷകരോടുള്ള നിന്റെ ഒരു വെല്ലുവിളിയായിരിക്കും. എനിക്ക് മനസ്സിലാവില്ല, ഈ 1-2 പ്രേമമൊക്കെ ബ്രേക്കപ്പ് ആവും, 24 പ്രേമം ബ്രേക്കപ്പ് ആവുന്ന ഏത് സംഭവം പറഞ്ഞാല് നമ്മളെ കാതറിന്റെ പ്രേമം പൊട്ടിപ്പൊളിഞ്ഞപ്പോഴാണ് ഓൻ ഈ കഥ എഴുതി. അപ്പൊ അങ്ങനെ സ്ക്രിപ്റ്റ് സോദരനല്ലേ? കാതറിന്റെ ഏട്ടനാണല്ലോ സോദരൻ. ഞങ്ങൾ രണ്ടും കൂടെ ജോയിൻ ചെയ്താണ് ഇത് എഴുതിയത്. അല്ല, അടിച്ചുപെട്ടില്ലെന്നല്ല കേട്ടോ, പുള്ളി നല്ല റൈറ്ററാ. ഈ പെങ്കൊച്ചുങ്ങളെ വിട്, ഈ പെങ്കൊച്ചുങ്ങളെ അങ്ങ് വിട്ടേരെ. ന്യൂ ജനറേഷൻ നോവലുമില്ല, വായനയില്ല, ആ പടം വാട്സാപ്പ് അങ്ങനെ എഴുതി തള്ളാൻ വരട്ടെ തരണ്ട. ഇപ്പോഴത്തെ പെമ്പിള്ളേർക്കൊക്കെ നല്ല നോളജാണ്. പറയട്ടെ, ചെമ്മീൻ എഴുതിയാല് ചെമ്മീൻ അറിയാവുന്ന എന്തൊരു ചോദ്യം ഗോവിന്ദ. അത് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഞങ്ങളോടൊക്കെ ചെമ്മീൻ അറിയാവുന്ന ചോദിക്കരുത്. പറഞ്ഞോളൂ. വാസുദേവൻ നായരല്ലേ? അറിയില്ല. ചെമ്മീൻ ആരും എഴുതിയെന്ന് അറിയില്ല. ചെമ്മീൻ കറി വെക്കാൻ അറിയാം, എനിക്ക് അതും അറിയില്ല. തിന്നാ അഭിനയിക്കാനൊക്കെ വന്നിരിക്കുകയാണ്. ചെമ്മീൻ എഴുതിയാല് വയലാർ രാമവർമ്മ ചെമ്മീൻ എഴുതിയ സത്യം പറഞ്ഞാൽ എന്റെ കപ്പയ്ക്ക് നിനക്ക് ഓട്ടിച്ചു വിടണം. എടാ, ഇത്ര കാലമായിട്ടാണ് എത്ര ഇത് മുട്ടത്തോർക്ക് ചെമ്മീൻ എഴുതി വർക്ക് എഴുതാനിരുന്ന പ്ലെയിൻ പോണ് പ്ലെയിൻ പോണ് സത്യം ഉണ്ട്. ഗോവിന്ദേട്ടൻ വിളിച്ചപ്പോ ദൈവം ഫ്ലൈറ്റിൽ വന്നത് കണ്ടോ? ഇത് എഴുതിയ മഹാന്റെ ആത്മാവ് ആ പ്ലെയിനിൽ കൂടെ പോയി. ഇനി ഫീൽ ചെയ്തു. എടാ, മുട്ടത്തോർക്ക് എഴുതിയില്ലേ? മുട്ടത്തോർക്കല്ലേ വലിയ എഴുത്താരൻ. തല ഞാൻ ഇച്ചിരി ഇരിക്കട്ടെ സാർ. ചെമ്മീൻ എഴുതിയാല് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം, നിനക്ക് അറിയണല്ലോ. നീ പറ. പിന്നെ മുട്ടത്തൂർ വർക്ക് അല്ല അല്ല, അത്ര വിവരമുണ്ട്, നല്ല വിവരമുണ്ട് കേട്ടോ. നാക്കിന്റെ തുമ്പത്തിരിക്കുക വരുന്നില്ല. കേശവദേവ്, പി കേശവദേവ് അല്ലല്ല, ഇൻഷിലെങ്കിലും കറക്റ്റായിട്ട് പറഞ്ഞല്ലോ. നമോ ഭാഗം പി കേശവ. അത് കേശവദേവ് പറഞ്ഞെനിക്ക് ഞാൻ വിഷം കഴിച്ചു ഈ സെറ്റിലേക്ക് ആത്മഹത്യ. എനിക്ക് ഒരു അവസരം കൂടെ തരണം. ബാറ്റൻ ബോസ് ആണോ? ഡിറ്റക്റ്റീവ് നോവൽ എഴുതണ ചെമ്മീൻ ഡിറ്റക്റ്റീവ് നോവലാണല്ലേ? ഈ പടം ഡയറക്റ്റ് അറിയാതെ ഒരു കാര്യം ഞാൻ ഇവിടെ വെച്ച് ടെസ്റ്റ് ചെയ്തത് നന്നായി. ഒരു പ്രൊഡ്യൂസറെ കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രൊഡ്യൂസറെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. നിന്റെ അടുത്ത പടത്തിന്റെ ഈ പടം നിന്നുപോകാൻ പോകണമെന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ ഇങ്ങനെ വിളിച്ചിരുന്ന നാണക്ക്, എടാ ചെമ്മീൻ എഴുതി തകഴിയാണെന്ന് അറിഞ്ഞുകൂടാത്ത നീയൊക്കെയാണോ പടം എടുക്കുന്നത്? ചാറ് ഭയങ്കര കേട്ടോ. ചെമ്മീൻ എഴുതിയ ആളെയാണ് മൂപ്പര് പ്രൊഡ്യൂസറായി കൂട്ടിട്ട് വന്നത്. തകഴി മരിച്ച വിവരം അവന് അറിഞ്ഞില്ല.
തകഴി മരിച്ചില്ല. തകഴി ഇപ്പൊ മോർണിംഗ് വാക്കിന് പോകണം. അതുവഴി പോകണം. ഞങ്ങൾ എന്നും ഗുഡ് മോർണിംഗ് പറയും. തകഴി മരിച്ചില്ല. അവധിയൊന്നും ഉണ്ടായിരുന്നില്ല. നിനക്ക് അവധിയാണോ വലുത്? അല്ല അതുകൊണ്ടല്ലേ ഷൂട്ടിങ്ങിന് എന്തോ അവധി? സർക്കാർ അവധിയല്ലേ അവധി? പൊന്നു ഗോവിന്ദണ്ണ കാല് പിടിക്കാം. ഞങ്ങൾ ഇത്ര മണ്ടന്മാരാണെന്ന പ്രൊഡ്യൂസർ കൂടെ പറയല്ലേ. പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കുളമാകും. ഈ കഥയായിട്ട് അങ്ങേരത്ത് പറഞ്ഞാൽ നിനക്ക് പ്രൊഡ്യൂസറേയും കിട്ടില്ല, ആരും കിട്ടില്ല. ഇതാരെന്നറിയാം? അറിയില്ല. റൊട്ടി ഭാർഗവൻ കേട്ടിട്ടുണ്ടാ? റൊട്ടി ഭാർഗവനോ? പുള്ളി ഭയങ്കര റൊട്ടി തീറ്റായിരിക്കും. റൊട്ടി കച്ചവടമായിരിക്കും. 2 ആഴ്ച മുമ്പ് ബമ്പർ ലോട്ടറി അടിച്ച ഭാർഗവൻ എന്ന ഒരാളുടെ പേര് ഫോട്ടോ ഇപ്പൊ ആറ്റുകൾ അടിച്ച അങ്ങനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ചെറിയ സ്വപ്നങ്ങളും ചെറിയ മോഹങ്ങളും ഉള്ള മനുഷ്യനാണ് ഗോവിന്ദന്റെ ആത്മാർത്ഥ സുഹൃത്താണ്. ലോട്ടറി കച്ചവടം കൊണ്ടാണോ? ലോട്ടറി അടിച്ചു. ഫസ്റ്റ് ബമ്പർ ലോട്ടറി 4 കോടി രൂപ അടിച്ചു. അങ്ങേർക്ക് കാശ് മുടക്കണം. ഗോവിന്ദൻ അണ്ണനും പുള്ളിയായിട്ട് എങ്ങനെ ഇരിപ്പ് വശം എങ്ങനെയാന്ന് വെച്ചാൽ പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നാ പിന്നെ കൂടെ കഴിക്കും. കൂട്ടുകാരായിരിക്കും. അണ്ണന്റെ കൂട്ടുകാരായിരിക്കും. അതറിഞ്ഞാ അണ്ണൻ കൂട്ടുകാരായിരിക്കും. എന്നാ നമുക്ക് ഈ പടം വേണ്ട. ഈ പടം അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതേപോലെ വിഡ്ഢിത്തൊന്നും പറയാതെ ഒരു കഥ നിങ്ങൾ പറഞ്ഞ് ഒരുവിധം ഒപ്പിച്ചാൽ ഒരു കഥയുണ്ട്. ഞാൻ കൂടെ നിന്നോളാം. ഒരുവിധം ഒപ്പിച്ചാൽ അഡ്വാൻസ് ഇന്ന് തരും. പക്ഷെ അവസരം തേച്ചിട്ട് പോവല്ലേ. അണ്ണ അങ്ങനൊന്നും ചെയ്യുന്ന ആളല്ല. തേച്ചിട്ട് പോകരുതെന്ന് പറയരുത്. അങ്ങേർക്ക് ഇരട്ട പേരുണ്ട്, തേപ്പ് ഭാർഗവരി. അതുകൊണ്ട് അതൊന്നും ഇവിടെ നീ ഓരോ വാക്ക് സൂക്ഷിച്ച് എന്നെ ഒന്ന് നോക്കിയിട്ട് പറയണേ ഡിക്രൂസെ. അങ്ങേര് റൊട്ടി ഭാർഗവൻ എന്ന് പറഞ്ഞ റൊട്ടി കച്ചവടമായിരുന്നു കേട്ടാ. റൊട്ടി കച്ചവടം അത് ഒരുപാട് കഥയാണ്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. റൊട്ടി പക്ഷെ ഇപ്പൊ റൊട്ടി ഭാർഗവൻ എന്നൊന്നും പറയരുത്. ഭാർഗവൻ സാർ, ഭാർഗവൻ മുതലാളി കേട്ടോ. മൊയ്തീനെ പടമെടുക്കാൻ വളരെ താല്പര്യപ്പെട്ട് ഞാൻ വേറെ കൈകളിൽ ചെന്ന് പെട്ടുപോയാ പോക്കന് നമുക്ക് കിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ പുള്ളിയുടെ ഒരു കഥ വെച്ച സിനിമ എടുത്താലും ലോട്ടറി രാജ റൊട്ടി രാജ. ഇതാണ് വലിയ കുഴപ്പം. റൊട്ടിയും ബ്രെഡും ഒന്നല്ലേടാ. നിനക്ക് അനാവശ്യമായിട്ട് ബ്രെഡ് വരേണ്ട കാര്യം എന്താ? അതുകൊണ്ട് രാത്രി ഷൂട്ടിംഗ് ഒക്കെ ഒരുപാട് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡും ഇതൊക്കെ പറയണമല്ലോ. അതുകൊണ്ട് ചോദിച്ചു. അതിവിടെ അങ്ങനത്തെ പറയേണ്ട കാര്യം എന്താണ്? നിനക്ക് ഒരു കാര്യമില്ല. ഒരു കാര്യമില്ലാത്ത കാര്യം നീ ആലോചിച്ച് നീ പ്രശ്നം ഉണ്ടാക്കി. ഇതാണ് നിന്റെ ഏറ്റവും വലിയ കുഴപ്പം. ഇന്ന് 4 മണിക്ക് ചായ വേണമെന്ന് പറയുന്നത്. 4 മണിക്ക് റൊട്ടി പൊരിച്ചാണ്ടോ അത് മൂപ്പരെടുത്ത് കൊണ്ടു കൊടുത്താൽ മൂപ്പർക്ക് ചൂടാവൂലേ? വൈകുന്നേരം ഒന്നല്ല, അതിന് മുമ്പ് അങ്ങനെ പറഞ്ഞു വിടാം. വൈകുന്നേരം വരെ ഇവിടെ നിർത്തുന്നതാണ്. ഇല്ല, സംഭവം നടക്കൂ. അതിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞങ്ങളിപ്പോ എന്ത് ചെയ്യണം? നിങ്ങളൊരു കഥ പറഞ്ഞ് ഒപ്പിക്കണം. പിന്നെ ചെറിയ ചെറിയ മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട്, അഭിനയ മോഹങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കൂടെ നിന്നോളാം. നിങ്ങൾ അങ്ങനെ വെറുപ്പിക്കാതിരുന്നാൽ മതി. വിവരക്കേട് അങ്ങനെ അറിയിക്കരുത്. ഞാൻ പറഞ്ഞിരിക്കുന്ന വലിയ ഏതാണ്ട് കഴിവുള്ള പ്രതിഭകളാണെന്നാണ് എല്ലാം. അപ്പൊ കഴിവില്ല ഞങ്ങൾക്ക്. എനിക്കറിയാലോ നിന്റെ കഴിവ്. എനിക്കറിയാലോ ചെമ്മീൻ്റെ പിന്നെ മുട്ടത്തോർക്ക് എഴുതിയ ചെമ്മീൻ്റെ അതൊക്കെ. എനിക്ക് ഈ പടത്തിന്റെ സ്ക്രിപ്റ്റിന്റെ തിരക്കിൽ ഞാൻ എല്ലാം മറന്നു പോകുന്നു. എനിക്ക് ഭയങ്കര മറവിയാണ്. മറവിയാണ്. ഈ മറവിയാണ്. അത് മതി അങ്ങനെ ഇവിടുന്ന് പോവാൻ. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ഞാൻ വിളിച്ചുകൊണ്ട് വരാം. തഞ്ചത്തിൽ നിന്ന് അകത്തോട്ട് ഇടണം. ഇവിടെ എല്ലാ ഡയറക്ടർമാരും ചെയ്യുന്നത് ഇത് തന്നെ. പ്രൊഡ്യൂസർമാർ അത് ചെയ്യാം, ഇത് ചെയ്യാം, ഇത്ര കളക്ട് ചെയ്യും. പുള്ളിമുരുകൻ കണ്ടില്ലേ, ബാഹുബലി കണ്ടില്ലേ എന്ന് പറഞ്ഞു അത് തൊട്ട് വലിച്ചിടും. പിന്നെ കൈയും കാലിട്ട് അടിക്കുന്നത് നമുക്കല്ലേ അറിയാം. വിട്ടിട്ട് പോകുന്നുണ്ട്. ഇല്ലില്ല, അതൊന്നും നോക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ചെറിയ ബഡ്ജറ്റാണ്. ഇതേപോലെയുള്ള പടങ്ങളാണ് എടുക്കുന്നത്. ഇപ്പോഴേ സാറ്റലൈറ്റ് റൈറ്റ്സിന് വേണ്ടി ചാനലുകൾ കിടന്ന് ബഹളം വയ്ക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഡിക്രൂ സാറിന്റെ പടം എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് കാര്യം റാഞ്ചി കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത്. റാഞ്ചി കൊണ്ടുപോകണം നമുക്കറിയാം. ഏതെങ്കിലും ഒരു പടം സാറ്റലൈറ്റ് ഇതുവരെ എനിക്ക് അവരുടെ എവന്റെ പടം എല്ലാ ചാനലും കയറി ഇറങ്ങി എല്ലാ ചാനലുകാരും ആയിട്ട് ഇപ്പൊ അടുപ്പായി ഞാൻ. കാരണം ഡിക്രൂസിന്റെ പടം ചാനലുകാർ എടുക്കണമെന്ന് വെച്ചാൽ എല്ലാ MD മുതൽ പ്യൂൺ വരെ എല്ലാവരും കമ്പനി അവര് വന്നോടെ ചോദിക്കും, ഡിക്രൂസാറിന്റെ പടം കൊണ്ട് വന്നിരിക്കുകയാണ്. ഒരു പടമെങ്കിലും ഏതെങ്കിലും ചാനൽ എടുത്തിട്ട് എനിക്ക് മരിക്കാൻ പറ്റും. കളിയാക്കൊന്നും വേണ്ട. എന്റെ പടം നമ്മുടെ ആത്മീയ ചാനലുണ്ടല്ലോ, ആത്മലോകം, അതിലവരെടുത്തിട്ടുണ്ട്. ആത്മീയ ലോകം എന്ന് പറഞ്ഞ ചാനൽ ലോകം കൊണ്ടുകൊടുത്ത പടം ഏതെന്നറിയോ? സുന്ദരിമാരുടെ സ്വപ്നങ്ങൾ. ഒരു ആത്മീയ ലോകം എന്ന് പറഞ്ഞ ചാനൽ ലോകം കൊണ്ട് കൊടുത്ത് CD കൊടുത്ത് സുന്ദരിമാരുടെ സ്വപ്നങ്ങൾ. ആ അച്ഛൻ എന്നെ തെറിവിളിയോട് തെറിവിളി. അത് തെറിവിളിക്കേണ്ട കാര്യമല്ല. സുന്ദരിമാരുടെ സ്വപ്നങ്ങൾ കഴിഞ്ഞിട്ട് ഏറ്റവും അവസരം പരാജയപ്പെടുമ്പോൾ ആ കുട്ടി ആദ്യത്തെ സീൻ തന്നെ കുളിസീനിലല്ലേ തുടങ്ങുന്നത്. ആത്മീയ ലോകത്തിൽ കാണിക്കാൻ പറ്റുന്ന പടമാണോ? ഈ ആത്മീയത്തിന്റെ ആൾക്കാരൊന്നും കുളിക്കൂലേ? ആത്മീയ ലോകത്തിലുള്ള ഒരു കുളിക്കാതിരിക്കുകയും ചെയ്തിട്ട് നമ്മളിപ്പോ ഇവൻ കുളിപ്പിച്ചിരിക്കണ വെള്ള സാരി കൊടുത്തുള്ള ഒരു കുളിയില്ലേ, ആ കുളി കണ്ടിട്ട് എന്നെ കൊണ്ടൊന്ന് പറയരുത്. ഞാൻ പറഞ്ഞില്ല, സെൻസർ ബോർഡ് അംഗങ്ങള് വേർത്തുപോയി. അണ്ണാ എന്നെ എങ്ങനെ കരിവാരത്തേക്കരുത് ചേട്ടാ.
ഞാൻ ആ കുളിസിന് എടുത്തപ്പോൾ അണ്ണൻ പറയുന്നത് അറിയാമോ, എന്തുമാത്രം എന്ത് ഡയറക്ഷനാണ്, എന്ത് സൂപ്പറായിട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് എത്ര കട്ട പറഞ്ഞെന്ന് അറിയാമോ. 8 പ്രാവശ്യം എടുപ്പിച്ച് ശരിയായില്ല എന്ന് പറഞ്ഞു. അവസാനം എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വരുത്താൻ. എന്നിട്ട് ഇപ്പോൾ എൻ്റെ അടുത്താണ് ഇങ്ങനെ പറയുന്നത് മോശമാണ്. അത് തരുണിയാണ് ആ സീൻ കണ്ടിട്ടുള്ള ആ ഒരു ഫീലിംഗ് ആയിരുന്നല്ലേ? സീനിൽ കൊള്ളാം, ഷൂട്ടിംഗ് കാണുമ്പോൾ ഒരു രസം ഉണ്ടായിരുന്നു. അതാ ഷൂട്ടിംഗ് കണ്ടിട്ടുള്ള ഷൂട്ടിംഗ് കാണുന്നതല്ലേ, സ്ക്രീനിൽ കണ്ടപ്പോൾ ആകെപ്പറ സെൻസർ ബോർഡ് വന്നോരം പറഞ്ഞിട്ടല്ല, തകർന്ന് തരിപ്പണം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം മിണ്ടില്ല ആരും. ഇങ്ങനെ മിണ്ടും, വല്ലാത്ത കുളിയല്ലേ. സോപ്പിന്റെ പരിസരമാണെന്നാണ് അവർ ചോദിച്ചത്. എന്തുമാത്രം പൊക്കെ എടുക്കുന്ന അറിയാമോ അവിടെ നിന്നിട്ട്. അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു, നീ ഷൂട്ട് ചെയ്ത രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം വീണ്ടും വീണ്ടും അവർ വിട്ട് സോപ്പ് ഇങ്ങനെ തേച്ചുകൊണ്ടിരുന്നു. ആ കുളി സീൻ തന്നെ ഒരു 7 മിനിറ്റ് ഉണ്ട് ഇല്ലടെ. അല്ല തരുണിയാണ് ഇത് അവിടെ നിന്ന് മൊത്തം കാണുമായിരുന്നു. സോപ്പ് തേക്കണം എന്ന് പറഞ്ഞാൽ ഇനി വിരലിന് വരെ കാൽ വിരലിന് വരെ സോപ്പ് ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുകയാണ്. 7 മിനിറ്റ് ഉണ്ട് ഇല്ലടെ. അല്ല എനിക്കറിയാം. അവിടെ ഒരു സോപ്പ് തേഞ്ഞ് രണ്ടാമതൊരു സോപ്പ് വാങ്ങിക്കാം. അവിടെ ഇവിടെ കുറ്റാലത്തല്ലേ ഷൂട്ട് ചെയ്തോണ്ടിരുന്നത്, അവിടെ കടയില്ല. ദൂരെ ഒരു സ്ഥലത്ത് പറഞ്ഞു വിട്ട ആളെ സോപ്പ് വാങ്ങിക്കാൻ. നമ്മളെ പറഞ്ഞിട്ട് നീ വാങ്ങിച്ചോണ്ടോ ബാർ സോപ്പ്? ഇവനാണ് കുഴപ്പിച്ചത് ആ സീൻ. ഇവൻ പോയി ബാർ സോപ്പ് വാങ്ങിച്ചോണ്ടു. അവസാനം ഈ ബാർ സോപ്പ് വെച്ച് കുളിക്കാൻ നിന്നു. അതുവരെ സുഗന്ധമായിട്ടൊക്കെ തേച്ചോണ്ടിരുന്നിട്ട് അവസാനം ബാർ സോപ്പ് നായിക പിണങ്ങി പോയി. അല്ല ആ വർക്കിന് ഞാൻ ഇല്ലായിരുന്നല്ലോ. അല്ല ഉണ്ടായിരുന്നെങ്കിൽ 3-4 സോപ്പ് മേടിക്കേണ്ടി വന്നേ. നീ എന്റെ കൂടെ അപ്പൊ ആത്മീയ ലോകത്തിന് CD കൊടുത്തോ അല്ല, നിന്റെ ഇതൊന്നും ഇവിടെ പറയരുത്. എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തും. ഒന്ന് ചെറുതായിട്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിന്നാ ഞാൻ ബാക്കി കാര്യമായിട്ട് അങ്ങനെ പിടിച്ച് ഇതിനകത്തോട്ട് ഇടണം. സാറ്റലൈറ്റ് എല്ലാം ചറപറാ പോവും. പടം സൂപ്പർ ആയിരിക്കും പറയണം. ഒരു ധൈര്യം കൊടുക്കണം. 100 days. എത്ര? 100 days. 50 ദിവസമെങ്കിലും. 50 ദിവസം 100 days. 150 അത് 100 + 50. 150 അങ്ങനെ കോടി ക്ലബിലൊക്കെ കയറുന്ന പറഞ്ഞേക്കണം. കോടി ക്ലബിൽ കയറും. അപ്പൊ ഓടി ക്ലബ്ബ് കയറലുണ്ട്. ഭാർഗവൻ അണ്ണനെ ഞാൻ വിളിച്ചുകൊണ്ട് വരാം. നിങ്ങൾ തഞ്ചാത്തൂർ ഏത് കഥ പറയും? പ്രണയമൊന്നും വേണ്ട, കഥ ഫിക്സ് ചെയ്യണം, എന്നിട്ട് വേണം പിടിച്ചോണ്ട്. അത് അണ്ണനെ കൈ വല്ല ഉണ്ടോ? നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കൂടെ പറഞ്ഞങ്ങനെ എന്റെ കയ്യിലൊരു കഥയുണ്ട്. ഏതാ? അതൊക്കെ സസ്പെൻസ്. അത് പിടിച്ചതിനെ തൊട്ടിടാം. കുഴപ്പമില്ലല്ലോ. തരുണിയാണ് പിടിച്ച് കയറണം. ഇന്ന് തന്നെ അഡ്വാൻസ് വാങ്ങിക്കണം. നിനക്കും എല്ലാവർക്കും, എനിക്കും വാങ്ങിക്കണം. എല്ലാവർക്കും വേണ്ട. നിനക്ക് തരുണിയാണ് ആ എനിക്ക് നിനക്ക് ക്രൂസിലുള്ളപ്പോ എനിക്കില്ലേ? വേണ്ട ഞാൻ കഥ എഴുതത്തില്ല. എല്ലാവരും കൂടെ അഡ്വാൻസ് ഒരാളെ കയറി വരുന്ന തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യും. നീ നിനക്ക് കിട്ടുന്നതിൽ പകുതി നീ കൊടു, എനിക്ക് കിട്ടുന്നതിൽ പകുതി ഞാൻ മൊയ്തീന് കൊടുക്കാം. ഈ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് എല്ലാവർക്കും ഞാൻ കൊടുത്തോളാം. എനിക്കൊന്നും തരികയല്ലേ, പെണ്ണു കൊടുക്കാന്ന്. അതെന്നാ ഒരു കാര്യം ചെയ്യ്, എനിക്ക് കാശൊന്നും വേണ്ടെന്നാണ് ഞാൻ അങ്ങനെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഭാർഗവണ്ണൻ്റെ അടുത്ത് വേണം. നിങ്ങൾ നിർബന്ധിച്ച് അയ്യോ അതില്ല, ഗോവിന്ദണ്ണന് കാശ് കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല. അതല്ലാതെ മറ്റേ ഗോവിന്ദണ്ണനാണ് എല്ലാം എന്നൊന്ന് അടിച്ചേക്കണം. തരുണിയുടെ കാര്യത്തിൽ നിർബന്ധിക്കുന്നവരും ഞാനേറ്റ്. നിങ്ങളുടെ കാര്യത്തിൽ നിർബന്ധിക്കുന്നവരും ഞാനും മതി. നല്ല കഥയായിരിക്കണം. എല്ലാവരും കൂടെ ഒന്ന് കൊഴുപ്പിക്കണം. അണ്ണ ഇറങ്ങണം.